അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ ശൈലി വളരെ മനോഹരമായിരുന്നു. ഇമാമായിട്ട് നമസ്കരിക്കുമ്പോഴുള്ള ശൈലിയായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ. ഇമാമായി നിൽക്കുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, പിറകിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉമ്മമാർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നമസ്കാരത്തെ ചുരുക്കാറുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതിമറന്ന് നമസ്കരിക്കുന്ന രംഗങ്ങൾ നമുക്ക് ഹദീസിൻ്റെ കിതാബുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഏതുപോലെ തോന്നുന്നു പറഞ്ഞാൽ, ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നൊരു മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങൾ ആരെടുത്ത് പറഞ്ഞാലാണോ പരിഹരിക്കാൻ പറ്റുക, അയാളുടെ അടുക്കൽ പോയി തൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പറയാണ്. അത് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ മാറി മറിയും. ഭയം വരുന്ന സമയത്ത് ഭയം മുഖത്തുണ്ടാകും. ചിലപ്പോൾ കരയേണ്ട സമയത്ത് കരയുന്നുണ്ടാകും. ആ പ്രശ്നം മുഴുവനും അയാളുടെ ശ്രോതാവിൻ്റെ മുന്നിൽ വെച്ച് കഴിയുമ്പോൾ ഇയാളെ സഹായിക്കണമെന്നുള്ള ചിന്ത കേൾക്കുന്ന ആൾക്കുണ്ടാകും. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ നമസ്കരിച്ചിരുന്നത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ ഈ ശൈലി കൊണ്ടുവരുന്നുണ്ട്. ആദ്യം കൊണ്ടുവരുന്ന ഹദീസ് അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഫസിഅ ഇലസ്സലാ, നമസ്കാരത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിപ്പെടുമായിരുന്നു. ആ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാരം ഇറക്കി വെക്കും, കരയും. സഹാബാക്കൾ തന്നെ പറയുന്നുണ്ട്, കറിച്ചട്ടിയിൽ കറി തിളക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ ചീഞ്ചട്ടിയിൽ എണ്ണ തിളക്കുന്ന ശബ്ദം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൽ കേൾക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് ആ നമസ്കാരം അള്ളാഹുവിനോടുള്ള ഒരു അഭിമുഖ സംഭാഷണമായിട്ടാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഇറക്കി വെക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലായിരിക്കും. ചിലപ്പോഴൊക്കെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറയും, ബിലാലെ, എനിക്ക് റാഹത്തും സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കുന്നത് നമസ്കാരത്തിലാണ്. വേറെ ചിലപ്പോൾ നബി തങ്ങൾ സഹാബാക്കളോട് പറയും, ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലാണ്. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ ഓതാൻ ആരംഭിച്ചു. 100 ആയത്ത് വരെ എത്തി. ഞാൻ വിചാരിച്ചു 100 ആയത്ത് എത്തിക്കഴിഞ്ഞാൽ റുക്കൂ ചെയ്യുമെന്ന്. പക്ഷെ നബി തങ്ങൾ റുക്കൂ ചെയ്തില്ല. 200 ആയത്തെത്തി റുക്കൂ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ റുക്കൂ ചെയ്തില്ല. ആ ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറ മാത്രമേ ഓതുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറ ഓതി കഴിഞ്ഞതിന് ശേഷം സൂറ നിസാ ഓതാൻ തുടങ്ങി. അത് മുഴുവനും ഓതി തീർന്നതിന് ശേഷം സൂറ ആൽ ഇംറാൻ ഓതാൻ തുടങ്ങി. ഇങ്ങനെ സുദീർഘമായിട്ട് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിൻ്റെ ശൈലി ആ സ്വഹാബി വിവരിക്കുന്നുണ്ട്. ഓരോ ആയത്തുകളും ധൃതിയിൽ ഓതിപ്പോകാതെ തജ്വീദോടുകൂടി സാവധാനത്തിൽ അർത്ഥം ചിന്തിക്കുന്ന രീതിയിലായിരുന്നു നബി തങ്ങൾ ഓതിയിരുന്നത്. തസ്ബീഹിൻ്റെ സ്ഥലങ്ങളെത്തുമ്പോൾ, അള്ളാഹുവിനെ വാഴ്ത്തേണ്ട പുകഴ്ത്തേണ്ട സ്ഥലങ്ങളെത്തുമ്പോൾ നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. സ്വർഗത്തെ ചോദിക്കേണ്ട ആയത്തുകളെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ ചോദിക്കുമായിരുന്നു. നരകത്തിൽ നിന്നും കാവൽ തേടേണ്ട ആയത്തുകളെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് കാവൽ തേടിയിരുന്നു. പിന്നീട് റുക്കുയിലേക്ക് പോകുമ്പോൾ ഖിയാമിനോളം ഫാത്തിഹയും സൂറത്തുകളും ഓതി എത്ര സമയമെടുത്ത് അത്രത്തോളം റുക്കു ഉണ്ട്. അതിനോടടുത്ത് തന്നെ ഇഅ്തിദാലുണ്ട്, അതിനോടടുത്ത് തന്നെ സുജൂദുണ്ട്. ഇത്രയും സുദീർഘമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടാൻ സാധിക്കുന്നത്? ഒന്നുകിൽ ആ നമസ്കാരത്തിൽ അത്രത്തോളം ആനന്ദവും ആസ്വാദനവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഖുർറത്തു ഐനി ഫിസ്സലാത്ത് എന്ന് പറയുന്നത്. നമസ്കാരത്തിൽ കൺകുളിർമ, ആനന്ദം, റാഹത്ത് ലഭിക്കുമ്പോഴാണ്. നമ്മൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദ്യമായി വിവാഹം കഴിച്ച നവദമ്പതികൾ അവരുടെ ആദ്യ രാത്രി മുതൽ അങ്ങോട്ട്, പ്രത്യേകിച്ച് പ്രവാസിയാണെങ്കിൽ
നാട്ടിലൊരു മാസം തൻ്റെ ആദ്യ വധുവിനോടൊപ്പം ഭാര്യയോടൊപ്പം താമസിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. പകൽ മുഴുവൻ കഠിനമായ ജോലിയാണ്. രാത്രിയിലൊന്ന് വിശ്രമിക്കാൻ വേണ്ടി വരുമ്പോൾ തൻ്റെ ഭാര്യയെ ഫോൺ ചെയ്യുന്നു. മണിക്കൂറുകളോളം സംസാരിക്കുകയാണ്. അതിൽ ചിരിക്കുന്നുണ്ട്, സങ്കടങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, വിഷമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ സമയം പോകുന്നത് അറിയുന്നില്ല. അവർക്കറിയാം നാളെ എനിക്ക് തിരക്കുകളുണ്ട്, കഠിനമായ ജോലിയുണ്ട്. എന്നിട്ടും ആ രാത്രിയിലുള്ള സമയം അവർ ഉറക്കമൊഴിക്കുന്നത് അവർ രണ്ടുപേർ തമ്മിലുള്ള അഗാധമായ ആഴമേറിയ ബന്ധത്തെയും പ്രണയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം അത് അത്രത്തോളം ആഴമേറിയതാണെങ്കിൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവരുടെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റം ശക്തിയുള്ളതായിരിക്കും, അങ്ങേയറ്റത്തെ സ്നേഹമായിരിക്കും അവർക്ക് അള്ളാഹുവിനോട്. അങ്ങനെയുള്ള വിശ്വാസികൾ നമസ്കാരത്തിലേക്ക് തിരിയുമ്പോൾ അവർ നമസ്കാരത്തിൽ നിൽക്കുന്നതും ഫാത്തിഹ ഓതുന്നതും ഖുർആൻ പാരായണം ഇങ്ങനെ സുദീർഘമായി നിർവഹിക്കുന്നതും അവർ തന്നെ അറിയുകയില്ല. ആസ്വാദനം അവർ കണ്ടെത്തും. സത്യത്തിൽ നമ്മളുടെ നമസ്കാരം ഇങ്ങനെയുള്ള നമസ്കാരമാകണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ കാലിൽ നീര് കെട്ടുന്ന രീതിയിൽ നമസ്കരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ്. നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളും ഫർദ് നമസ്കാരങ്ങളും അള്ളാഹുവിനോട്, നമ്മളെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനോടുള്ള നന്ദി പ്രകടനമായിരിക്കണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് നബിതങ്ങൾ പറയുന്ന ആ ഹദീസിനെ കർമ്മശാസ്ത്രത്തിൽ മാത്രം ഒതുക്കാതെ, ഫിഖ്ഹിൻ്റെ മസ്അലകൾ പറയുന്നിടത്ത് മാത്രം ഒതുക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയമായ രീതിയിലുള്ള നമസ്കാരത്തെയും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റക്കുള്ള നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ആനന്ദത്തോടുകൂടി കൺകുളിർമയോടുകൂടി നമസ്കരിക്കാനും ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ആദ്യം വിശേഷിപ്പിച്ച ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ വിഭാഗത്തിൽ ഉൾപ്പെടാനും വിജയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.